Hey everyone, welcome to our YouTube channel. So ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഒരു ഹായ്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് ഒരു ഈദ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലാട്ടോ ട്രാവൽ ചെയ്യുന്നത്. ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ബ്ലോക്കും കിട്ടി ഗൈസ്. അങ്ങനെയാണെങ്കിൽ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. സോ കുറച്ച് നേരം ബ്ലോക്കിൽ അങ്ങനെ കിടന്നു. നല്ല കാറ്റും തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. സോ മഴക്കാറായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ വെള്ളത്തിലാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എങ്കിലും നമ്മൾ താങ്ക് ഗോഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഷോപ്പിങ്ങിൻ്റെ പ്ലേസ് എത്തി. അപ്പോൾ നമ്മൾ അവിടുത്തെ പുതിയതായി ഓപ്പൺ ചെയ്ത ഒരു ഷോപ്പ് കേട്ടോ ഫസ്റ്റ് പോണേ. ഫാമിലി ആയിട്ട് കേട്ടോ ഷോപ്പ് ചെയ്യാൻ വന്നത്. അപ്പോൾ സൈലർ എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ട് പോയി. ദെൻ അവിടെയുള്ള കളക്ഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. നമ്മൾ കുറേ നോക്കി, എല്ലാ ഇതിൽ കൂടി നമ്മൾ കണ്ണുപിടിക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രദറിന് എടുക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ചെക്ക് ചെയ്ത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സൈസിനൊത്ത ഒന്ന്. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കാനേ ഗൈസ് പറ്റത്തുള്ളൂ. ദെൻ പിന്നെ നമ്മൾ ഓരോ കളക്ഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പിൻട്രസ്റ്റി വൈബായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിനൊത്ത ഒരു ഡ്രസ്സ് അവിടുന്ന് കിട്ടിയില്ല. ബ്രദറിന് എടുത്തു കേട്ടോ ജീൻസ് കളക്ഷൻ ഒരുപാടുണ്ട്. പക്ഷെ ഒടുക്കത്തെ നീളമായിരുന്നു ഗൈസ് ഓരോ ജീൻസിനും. നമ്മളങ്ങനെ ഓരോ ഡ്രസ്സ് നോക്കി, സ്വെറ്റ് ഷർട്ട്സ് ആണെങ്കിലും എല്ലാതും ഉണ്ട് കേട്ടോ. ദെൻ നമ്മൾ ജീൻസ് കൂമ്പാരമായിട്ടിരിക്കുന്ന സ്ഥലത്ത് കയറി. പിന്നെ ഇതൊക്കെ കണ്ടോ ഗൈസ്, നമ്മൾ മിന്നും ഇതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ വിജൃംഭിച്ച ഒരുപാട് ഡ്രസ്സുകൾ കണ്ടു. ഇതിൽ അവസാനം ഈ ഒരു ഷോപ്പിൽ അവസാനം കണ്ട ഡ്രസ്സാട്ടോ ഏറ്റവും ഹൈലൈറ്റ്. അത് കാണാൻ മിസ് ചെയ്യരുത് ഗൈസ്. ഇതൊക്കെ കൊള്ളായിരുന്നു. നല്ലൊരു പ്രിന്റ് വരുന്ന ഡ്രസ്സാണ്. അതാണ് എൻ്റെ സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്, ഹാൻഡ് വർക്ക് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ ഈ ഡ്രസ്സാണ് ഗൈസ് ഈ ഷോപ്പിൻ്റെ ഹൈലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ. ആ ഡ്രസ്സ് എടുത്തപ്പോൾ ഞങ്ങൾ ഓ മൈ ഗോഡ്, ഇത് എങ്ങനെയാണ് ഇടുക, മീൻവല പോലത്തെ ഒക്കെ ഒരു ഡ്രസ്സ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത കടയിലേക്ക് നടക്കാൻ തുടങ്ങി. then ഇവിടെ കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളെ പറ്റിക്കാനുള്ള കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ആ ഭാഗത്തേക്കേ ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ കയറി കുറച്ച് എത്നിക് വിയേഴ്സ് നോക്കാണ്ടായിരുന്നു. ദെൻ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സ് ശ്രദ്ധിച്ചത് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ. ദെൻ നമ്മൾ ഈ കണ്ട ഡോളിൻ്റെ ഐസ് കണ്ടു. ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലാഷസ് ആയിരുന്നു. കുറച്ച് ജീൻസ് നോക്കാണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറിയപ്പോൾ ജീൻസ് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യമായിട്ട് അഫോർഡബിൾ ആയ ജീൻസ് ഉണ്ടായിരുന്നു. ദെൻ കുറച്ച് സെൽവാർസൊക്കെ ട്രൈ ഔട്ട് ചെയ്തു. സിസ്റ്റർ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോയി കാണിക്കുകയാണ്. ഉമ്മാൻ്റെ എക്സ്പ്രഷൻ ഭയങ്കര കോമഡി ആയിട്ടുണ്ടല്ലേ. ഓക്കെ, ദെൻ അത് ഇതാക്കി അതെടുത്തോ ഇല്ലതെന്നൊക്കെ നമ്മുടെ ഈദ് വ്ളോഗിൽ നമുക്ക് കാണാം ഗൈസ്. അപ്പം ജസ്റ്റ് എല്ലാം സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണ് നമ്മൾ. ദെൻ കുറച്ച് പട്ടിഷോ നിർബന്ധമാണല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് പട്ടിഷോ കൂടി കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ജസ്റ്റ് കളക്ഷൻസ്. പിന്നെ ഞങ്ങൾ മിറർ കണ്ടാൽ വെറുതെ വിടാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിൽ പെരും പട്ടിഷോ ആയിരുന്നു ഗൈസ്. പിന്നെ അവിടുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ച് ബലൂണൊക്കെ കിട്ടി. അപ്പോൾ അതുമായിട്ട് പോവുകയാണ്. ആ ബലൂൺ വാങ്ങിയപ്പോൾ അവിടുത്തെ ചേച്ചിമാരുടെയൊക്കെ നോട്ടം കാണുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ നമ്മുടെ അങ്കിൾ വന്നിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് എത്തണമല്ലോ. സോ ബൈ.